ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നാത്തൂമാരൊക്കെ വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ നിൽക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ഇനി വെള്ളിയും ശനിയും ഞായറൊക്കെ അല്ലേ, ഇപ്പോൾ സ്കൂളും മദ്രസൊക്കെ ഒഴിവുണ്ട്, മഴയാണല്ലോ. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ, രണ്ടാളും വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് നൂൽപുട്ടും അതുപോലെ പട്ടാണി കടലുകൊണ്ട് കറി വെച്ചിക്കാണ് കേട്ടോ, ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ നൂൽപുട്ട് ഞാനിതിവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ തട്ടിലാണ് കേട്ടോ നൂൽപുട്ട് വെക്കുക. ഇതിങ്ങനെ 2-3 തട്ടായതുകൊണ്ട് നമുക്കിതിലിങ്ങനെ എത്ര വേണമെങ്കിലും ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മൾ പണി കഴിയും. അപ്പോൾ നൂൽപുട്ടൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സാധാ ചോറും അതുപോലെ നമ്മുടെ കുമ്പളങ്ങ കറിയും അതൊക്കെയാണ് കേട്ടോ നമുക്കിന്ന്. അപ്പോൾ ഇനി നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് ബിരിയാണി വെക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ പല വകയാണ് കേട്ടോ, ഉപ്പേരി, മത്തനി, അതുപോലെ കറുമത്തി, വായ്ക്ക അക്കപ്പടം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു കറുമത്തിയാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് കൊടുന്നപ്പോൾ അതിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്, ഒരു വെറൈറ്റി കറുമത്തി കേട്ടോ. പിന്നെ അങ്ങനെ നൂൽപുട്ടൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. പിന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാവിലത്തെ നൂൽപുട്ടും അതുപോലെ പട്ടാണി കടലയാണ് കേട്ടോ കറി. ഇനി ഉപ്പേരിക്കുള്ളതൊക്കെ അവിടെ നുറുക്കിയിട്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചക്കക്കുരുവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ കറിയിൽ, കുമ്പളങ്ങ കറിയിൽ നല്ലൊരു കുറുമ കിട്ടിക്കോട്ടെ വെച്ചിട്ട് അതിനുള്ള തേങ്ങ ഒക്കെ അവിടെ ചിരക്കിയിട്ടുണ്ട്. ഇനി നൂൽപുട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുമ്പളങ്ങ കറിയും അതുപോലെ ചക്കക്കുരുവൊക്കെ തൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ കുമ്പളങ്ങ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് നമ്മൾ കുമ്പളങ്ങക്കറി വെക്കുന്നത്. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ അധികം ഞങ്ങൾ കുമ്പളങ്ങക്കറി വെക്കുകയാണെങ്കിൽ തേങ്ങ അരച്ചിട്ട്, തേങ്ങ അരക്കാതെ വെക്കുന്നത് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അധികം തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കുമ്പളങ്ങക്കറി വെക്കാറ്. പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് തേയും ആണല്ലോ. അപ്പം അങ്ങനെ കുമ്പളങ്ങക്കറി അതിലേക്ക് ചക്കക്കുരൊക്കെ ഇട്ടിട്ട് കുറുമയിൽ ഉണ്ടാക്കാനാണ് കേട്ടോ. പിന്നെ ചക്കക്കുരു നമ്മൾ ഇതുപോലത്തെ ഒരു ടാങ്കിൽ ഇങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഫ്രിഡ്ജിൽ. ഇപ്പോൾ ചക്കൻ്റെ കാലമൊന്നുമല്ലല്ലോ, അപ്പോൾ ചക്കൻ്റെ ടൈം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചക്കക്കുരു ഇതുപോലെ സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ വെക്കട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ പിന്നെ കൂടുതൽ കാലം നമുക്കങ്ങനെ കിട്ടും. നമുക്ക് എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വെക്കണം തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചക്കക്കുരുവൊക്കെ കിട്ടിയാൽ ഇതുപോലെ ടിന്നിൽ എടുത്ത് വെക്കട്ടോ. അപ്പോൾ കുമ്പളങ്ങ അതുപോലെ തോലൊക്കെ ചെത്തിയതാ നുറുക്കും കൊണ്ടിരിക്കുകയാണ്. ഇനി തേങ്ങ അരക്കാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഓരോ വീഡിയോസുകളൊക്കെ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഡെയിലി റൊട്ടീൻ എങ്ങനെയാണോ അതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വീഡിയോസായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുള്ളൂട്ടോ പിന്നെ നമ്മൾ ചോറ് വെക്കുക. ചോറാകുമ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം കിടന്ന് വെന്തോളുമല്ലോ. അപ്പോൾ കറി അതുപോലെ എന്ത് ചെയ്തു, ഉപ്പേരിയും പലവക ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തി കിട്ടിയാൽ പിന്നെ അങ്ങനെ കത്തിക്കോളും, കത്തിച്ചാണ്ട് കിട്ടാനാണ് കേട്ടോ പണി. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ വലിയ കലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വെണ്ണൂറ് തേക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ആടിയിലുള്ള അതേപോലത്തെ കരി അവിടെ ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെണ്ണൂറ് തേക്കും. അത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ മോറാനും സുഖമാണ്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിനുള്ള കലം വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കുള്ളത് മിഫുവിനെ പറഞ്ഞയക്കണം കേട്ടോ. അവനക്ക് സ്കൂളുണ്ട്, അപ്പോൾ അവനെ പറഞ്ഞയക്കണം. അങ്ങനെ അടുപ്പ് ഞാൻ പറഞ്ഞില്ലേ കത്തി കിട്ടി അങ്ങനെ കത്തുന്നു. അപ്പോൾ എന്തായാലും അതവിടെ ചോറിന് വെള്ളം കായുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തു, ഇനി മിഫുവിനെ പറഞ്ഞയക്കണം കേട്ടോ സ്കൂൾക്ക്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളും പുതപ്പൊക്കെ നീച്ചിങ്ങാണ്ട് പോയതല്ലേ, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നേരാക്കി വെക്കുകയാണ്. പിന്നെ അവനക്കുള്ള സ്നാക്സും അതുപോലെ അവനക്കുള്ള ലഞ്ചൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് ചോറ് കിട്ടും, അതിലേക്ക് എന്തെങ്കിലും ഒരു കൂട്ടാൻ മതി. അപ്പം ഞാനും അവനക്ക് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പലവക ഉപ്പേരിയാണ് കേട്ടോ. അത് അവനക്ക് നല്ല ഇഷ്ടമാണ്. എല്ലാതും കൂടി മിക്സ് ആക്കിയിട്ട് വെക്കണ കൂട്ടാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മുടുകിയ കേങ്ങ അങ്ങനെ എന്തൊക്കെയാണ് കേക്കാരം പിന്നെ പൊരിച്ച് കൊടുക്കുക. അപ്പം ഇന്ന് പലവക ആയതുകൊണ്ട് എന്ത് ചെയ്തു, അവനക്കത് മതി പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീച്ച് പോയതായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി നേരാക്കി എടുത്ത് വെക്കാണ്. പിന്നെ അടിച്ചൊരു തുടക്കണം. അവനക്ക് പിന്നെ ബസ് വരുന്നുണ്ടെങ്കിൽ ഒരു 10:30 ആവും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു 9 മണി ആ ഒരു ടൈമിൽ എന്താണ് അവൻ്റെതൊക്കെ ഓരോന്ന് റെഡിയാക്കും. അങ്ങനെ അവനെ സ്കൂൾക്ക് റെഡിയാക്കുകയാണ്. അപ്പോൾ അവന്
ഫാൻറ്റും കുപ്പായൊക്കെ ഇടുകയാണ് കേട്ടോ. ചെറിയ ആളായി കൂടെ നടക്കുന്നുണ്ട്. ലേസിൻ്റെ എന്തോ ഒരു കോയിലുണ്ട്, അപ്പോൾ അത് വേണമെന്നൊക്കെ ചോദിച്ചിട്ടാണ് ചെറിയ ആളവിടെ നടക്കുന്നത്. പിന്നെ അങ്ങനെ ഒക്കെ മാറ്റി. പിന്നെ ഫൗണ്ടർ ഇടാൻ പറഞ്ഞ ആൾക്ക് ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് നമ്മളെ മക്കളെ പറഞ്ഞയക്കുമ്പോൾ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ അവനക്കതൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ അവനെ പറഞ്ഞയച്ച് അവിടെ പോയിട്ടില്ല, അവിടെ സെറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ബസ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വൈകും കേട്ടോ, ഒരു 10:30 ആവും. അപ്പോഴത്തേന് എന്ത് ചെയ്തു, കുമ്പളങ്ങക്കറി അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ കൂട്ടാൻ പരിപാടികളും ചോറും എല്ലാ പരിപാടികളും കഴിഞ്ഞ് ലാസ്റ്റ് തുടക്കുകയാണ് കേട്ടോ. അങ്ങനെ തുടക്കൽ പരിപാടിയും കൂടിയും കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ തിരുമ്പാനും കുളിക്കാനും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ മാഫിന് അങ്ങനെ പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ സ്കൂൾക്ക്. അങ്ങനെ അവൻ സ്കൂളിലേക്ക് പോയിട്ടോ, ബസ് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവൻ പോയതിന് ശേഷമുള്ളൂ കേട്ടോ പിന്നെ തുടക്കൽ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യും, അകത്ത് കൂടെ ഷൂസ് ഇട്ട് കണ്ട് നടക്കും. അപ്പോൾ പിന്നെ അവൻ പോയി കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ തുടക്കാറൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചോറ് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ പള്ളിയിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുപ്പായ ഇടാൻ പറഞ്ഞിട്ട് ഇവർ കുപ്പായ ഇട്ടുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഇവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്റ്റിക്കർ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ചോറ് വയ്ക്കുകയാണ്. ചെറിയ ആൾക്ക് ചോറ് വയ്ക്കൽ കഴിഞ്ഞിരിക്കണം. അപ്പോൾ പപ്പടം തിന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്, 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ബസ് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മിഫുദ സ്കൂൾ ബസ് വിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മതിലുണ്ടല്ലോ, ഇത് മഴ പെയ്തിട്ട് പൊളിഞ്ഞടിയതാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.